രാഹുലെ, CPM-ന് പാർട്ടി അണികളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ അതോ പാർട്ടിക്ക് സംശയരോഗമാണോ? ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പയ്യന്നൂരിലെ ഈ ഒരു തോൽവി കാരണം ഈ പാർട്ടി അണികളുടെ കോൾ ലിസ്റ്റ് തയ്യാറാക്കാൻ അല്ലെങ്കിൽ പരിശോധിക്കാൻ ഒരു സമിതിയെ നിശ്ചയിച്ചിരിക്കുകയാണ്. എന്താണ് ഇവർ ചെയ്തു കൂട്ടുന്നത്? അത് ആഷിഖിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കോടതിയിലേക്കോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കോ ഒന്നും പോകേണ്ട ഒരു ആവശ്യവുമില്ല. പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയുണ്ട്, പാർട്ടിക്ക് സ്വന്തമായിട്ട് പോലീസ് സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ പാർട്ടിയിൽ സംഭവിച്ചിട്ടുള്ളത്, നമ്മളിപ്പോൾ UDF സർക്കാർ വന്നിട്ട് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ SIT-കളെ രൂപീകരിക്കുന്ന ആശിക്കണ്ടില്ലേ? അതേപോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിരിക്കുകയാണ് CPM. എന്തിനു വേണ്ടിയിട്ടാണ്? CPM-ന്റെ തോൽവി പഠിക്കാൻ. പയ്യന്നൂർ എന്തുകൊണ്ട് തോറ്റു, ആരൊക്കെ വോട്ട് മാറ്റി കുത്തി, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടി ഒരു ഇൻ്റലിജൻസ് വിങ്ങിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആശിക്ക് ചിലപ്പോൾ കേട്ട് കാണും ഈ ഇൻ്റർപോൾ വിഭാഗം എന്നൊക്കെ. ലോകത്തിലെ തന്നെ വലിയ ഇൻവെസ്റ്റിഗേഷൻ സംഘങ്ങളാണ് ഇൻ്റർപോൾ. ഇവർക്ക് പോലും കിട്ടാത്ത പല രഹസ്യങ്ങളും CPM-ൻ്റെ കയ്യിലുണ്ട്. ആ രഹസ്യങ്ങൾ അതെങ്ങനെയാണ്? CPM-ൻ്റെ അകത്ത് ഇതേപോലെ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിട്ട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 2 പേരെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് ഉൾപ്പെടുത്തുക, 2 പേര് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം എന്ന് പറയുന്നത്, CPM ഇൻവെസ്റ്റിഗേഷൻ സംഘം രൂപീകരിക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ 2 പേരുണ്ടല്ലോ, ഈ 2 പേര് വോട്ട് ചെയ്തിട്ടുണ്ടോ, ഇവർ 2 പേര് വോട്ട് എവിടെയെങ്കിലും മറിച്ചിട്ടുണ്ടോ, അതാദ്യമേ അന്വേഷിക്കാൻ പുതിയൊരു സംഘത്തെ രൂപീകരിക്കണം. കാരണം നമുക്കറിയാം പയ്യന്നൂർ എന്താണ് വിഷയമെന്ന്. പയ്യന്നൂരിലെ വിഷയമെന്ന് പറയുന്നത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പായിരുന്നു. എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്? കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ പാർട്ടിക്കെതിരെ സംസാരിച്ചപ്പോൾ അയാളെ നീ പോടാ എന്ന് പറഞ്ഞ ഒറ്റ വിരലുകൊണ്ടാണ് നേരിട്ടത്. അതായത് പയ്യന്നൂരിൽ വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും ഒറ്റ വിരലിൽ തീർത്തു, നീ പോടാ. ഈ രീതിയായിരുന്നു CPM-നെ സംബന്ധിച്ചുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പയ്യന്നൂരിലെ വിഷയം കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ്. കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചിട്ടുള്ള ഓരോ ആരോപണങ്ങളും അതിന് ഒന്നിനു പോലും മറുപടി കൊടുക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. CPM ഈ സംഘങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ, വോട്ട് എവിടേക്കാണ് ചോർത്തിയതെന്ന് പറഞ്ഞ് സംഘം അന്വേഷിക്കുമ്പോൾ ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനും കൂടെ എന്തേ സഖാവേ ഒരു സംഘത്തെ രൂപീകരിക്കാത്തത്? അതിനൊന്നും പറ്റത്തില്ല. ഒരുപക്ഷെ ആ സമയത്ത് ഇതുപോലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രൂപീകരിച്ച് അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് ഇതിൻ്റെ പേരിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ പയ്യന്നൂരിൽ ഇതുപോലൊരു വിമത സ്ഥാനാർത്ഥി ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇത്രയേറെ പരാജയം ഈ ഒരു CPM പാർട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു എന്നാണ് ഒരു പൊതുവെയുള്ള അഭിപ്രായം. മാഷ് ഒരു യാത്ര നടത്തിയല്ലോ, ആ യാത്ര നടത്തിയിട്ട് ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കുടുംബത്തെ, ഫണ്ട് തട്ടിപ്പ് കുടുംബമല്ല, ധനരാജിന്റെ കുടുംബത്തെ മുഴുവൻ ചേർത്ത് നിർത്തിയിട്ട് ഇനി ആരുണ്ടോ ഇവിടെ ചോദിക്കാൻ, കുടുംബം ഞങ്ങളോടൊപ്പമുണ്ട്, ഇനി ആർക്കാണ് ആരോപണം ഉന്നയിക്കേണ്ടത് എന്ന് പറഞ്ഞു വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പാർട്ടിയോട് ചോദിക്കാൻ ആരാണ് പാർട്ടിയോട് ചോദിക്കുന്നത്? സാധാരണപ്പെട്ട ജനങ്ങളാണ്. ആ രക്തസാക്ഷി ഫണ്ട് കൊടുത്ത ആളുകൾ, പാർട്ടിയിലെ അണികൾ, ഇവരല്ലേ ചോദിക്കുന്നത്. ഇവർക്ക് ഉത്തരം കൊടുക്കണ്ടേ? പൊതുജനങ്ങളുടെ മുന്നിൽ ഇവർ ഉത്തരം കൊടുക്കണ്ടേ? KK രാഗേഷ് ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കാനുള്ളതല്ല പാർട്ടിയുടെ കണക്ക് വിവരങ്ങൾ എന്നൊക്കെ. എന്താണ് ഇവരോടൊക്കെ പറയാനുള്ളത്? ഇത് പിന്നെ ഇവിടെങ്ങും അല്ലല്ലോ, വേറെ ഏതോ രാജ്യത്താണല്ലോ ഈ ധനരാജ് ജീവിച്ചിരുന്നത്, പയ്യന്നൂരൊന്നും അല്ലല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പാർട്ടിയെ സംബന്ധിച്ച് അതിനകത്ത് വലിയ ആരോപണങ്ങളാണ് നേരിടുന്നത്, വലിയ പണ ഇടപാടുകൾ. അപ്പോൾ ഇതിനെതിരെ പാർട്ടിക്ക് ഒന്നും പറയാനില്ല. ആ ഫണ്ട് തട്ടിച്ച ആളെ സംരക്ഷക നിലപാടെടുക്കുമ്പോൾ അത് ചോദ്യം ചെയ്തവനെ എന്താണ് ചെയ്തത്? വെട്ടി ഒതുക്കിയതല്ല, അയാളെ വർഗവഞ്ചകനാക്കി വീടിന് നേരെ അക്രമം അടിച്ചു കൊടുക്കുകയാണ്. അയാളെ വർഗവഞ്ചകനാക്കി പുറത്തേക്ക് വിടുന്നൊരു സാഹചര്യമാണ്. കുഞ്ഞികൃഷ്ണൻ ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം കൊടുക്കാൻ ഈ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന KK രാഗേഷിനുണ്ടോ? അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് വരുന്ന ആളുകളുടെ കയ്യിൽ, വലിയ ഇൻവെസ്റ്റിഗേഷൻ ടീമാണല്ലോ, കോൾ റെക്കോർഡൊക്കെ പരിശോധിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അടിത്തട്ടുള്ള ആരെങ്കിലും വോട്ട് മറിച്ചോ, നിങ്ങൾ ആർക്കാണ് വോട്ട് കുത്തിയത്, ഇത് അന്വേഷിക്കാൻ വരികയാണ്. പാർട്ടി അണികളെ പഠിപ്പിക്കാൻ വരികയാണ്. ആ പാർട്ടി അണികൾക്ക് ആദ്യമേ ഉത്തരം കൊടുക്കുന്നേ, എവിടെയാണ് രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടന്നോ ഇല്ലയോ, അതിൻ്റെ കണക്കുകൾ പുറത്തു വരട്ടെ. ഇപ്പോൾ ഇതാണ് രേഖ. ഇത് ഇപ്പോൾ CPM ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്താണ്? കുഞ്ഞികൃഷ്ണൻ പറയുന്നതൊന്നും ശരിയല്ല, യഥാർത്ഥ കണക്കുകൾ ഇതൊന്നുമല്ല.
പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നേ യഥാർത്ഥ കണക്കുകൾ. പക്ഷെ അതൊന്നും പൊതുജനങ്ങൾ അറിയണ്ട. ഇത് പാർട്ടിക്ക് വേണ്ടി പാർട്ടി തന്നെ പിരിച്ച ഫണ്ടല്ലേ, അത് പൊതുജനങ്ങൾ എന്തിനറിയണം എന്നാണ് നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ പാർട്ടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി എന്താണ്? ഇന്ത്യയിൽ മുഴുവൻ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണല്ലോ, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ പാർട്ടി എന്നൊക്കെ പറയുന്നത്. അല്ലാതെ പാർട്ടി സഖാക്കൾക്ക് ജോലി കൊടുക്കാനും പാർട്ടിയിലെ അണികൾക്ക് മാത്രം ജീവിക്കാനും പാർട്ടി അണികൾക്ക് മാത്രം സൗകര്യമൊരുക്കി കൊടുക്കാനുമാണെങ്കിൽ എന്തിനാണ് ഈ പാർട്ടിയെ? എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത്? എന്തിനാണ് ജനാധിപത്യ പ്രക്രിയയിൽ നിങ്ങൾ ഇടപെടുന്നത്? ഇവർ തെരഞ്ഞെടുപ്പിൻ്റെ തോറ്റപ്പ് ഇവരെന്താണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് രണ്ടാമത്തെ അജണ്ട മാത്രം അല്ല, ഞങ്ങളുടെ 1, 2, 3, 4 അജണ്ടകളിൽ തെരഞ്ഞെടുപ്പില്ല. ഞങ്ങളുടെ 10ാമത്തെ അജണ്ടയ്ക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 100ാമത്തെ അജണ്ടയ്ക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കാര്യം ഞങ്ങൾക്കുള്ളത്. വേറെ ഏതോ ഒരു യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത്. അല്ല, അതുവരെ എന്താണ്? പോരാടുക. 1ാമത്തെ കാര്യം പോരാടുക, 2ാമത്തെ കാര്യം പോരാടുക. അങ്ങനെ 100 പോരാട്ടങ്ങൾക്ക് ശേഷം മാത്രമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത്. അങ്ങനെ പോരാടാനാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്തേ സഖാവെ പോരാടാത്തത്? ഈ ധനരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടുന്ന പണം, അതിനെതിരെ എന്തുകൊണ്ട് പോരാടുന്നില്ല? PM ശ്രീ പദ്ധതി നിങ്ങളല്ലേ ഒപ്പുവെച്ചത്, എന്തുകൊണ്ടന്ന് പോരാടിയില്ല? STPയുടെ വോട്ട്. അപ്പോൾ CPMനെ സംബന്ധിച്ച് CPM ഇത് നിലപാടുകളുടെ രാഷ്ട്രീയമായിരുന്നു. ഈ കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 10 വർഷക്കാലമായിട്ട് പിണറായി വിജയൻ ഭരിച്ച CPMൻ്റെ വിലയിരുത്തലായിരുന്നു, അതിൻ്റെ നിലപാടുകൾ കൂടിയായിരുന്നു. SDPയുടെ വോട്ട്, ഞങ്ങൾ SDPക്ക് നിലപാടുണ്ടായിരുന്നു, ഞങ്ങൾ CPMന് മാത്രമേ വോട്ട് കൊടുക്കൂ. CPMനോട് ചോദിച്ചപ്പോഴോ ആര് വോട്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. അല്ല, SDPI പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ SDPI UDF SDPIയോട് വോട്ട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ആവശ്യപ്പെട്ടാൽ UDFന് പിന്തുണ നൽകും, അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുന്ന ഏത് പാർട്ടിക്കും ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നായിരുന്നു SDPI പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെയാണ് VD സതീശൻ പറഞ്ഞത് വർക്ക് ശക്തികളോട് നോ കോംപ്രമൈസ്, വർഗീയതയുടെ ഒരു വോട്ടും തങ്ങൾക്ക് വേണ്ട എന്നുള്ള ഒരു നിലപാടെടുത്തത്. VD സതീശന് കൃത്യമായിട്ട് നിലപാടുണ്ടായിരുന്നതേ. എല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളോടും VD സതീശൻ പറഞ്ഞു നോ കോംപ്രമൈസ്. VD സതീശനെ വെല്ലുവിളിച്ചല്ലോ SDPI. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയല്ലോ. VD സതീശൻ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാ. എവിടെ പോയി SDPI? വലിയ വീരവാദമായിരുന്നു. ഞങ്ങളുണ്ടെങ്കിൽ മാത്രമേ, ഓർത്തു വെച്ചോ, ഞങ്ങൾ VD സതീശനെതിരെ ഞങ്ങൾ മത്സരിക്കുന്ന ആളെ നിർത്തും. എന്നിട്ട് എന്ത് ചെയ്യടേ? നിങ്ങൾ ആളെ എവിടെ പോയി? തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. VD സതീശൻ പറഞ്ഞ പല കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ. VD സതീശൻ അതിനു മുമ്പിട്ട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് വോട്ട് തേടി വരുന്ന സഖാക്കന്മാരെ നിങ്ങൾ ഇറക്കി വിടരുത്, അവരോട് മോശമായി പെരുമാറരുത്, വേണമെങ്കിൽ അവരോട് ഒരു ചിരി നിങ്ങൾക്ക് പാസ്സാക്കാം. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉത്തരം ആ 102 സീറ്റ് വന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായി. അതായത് ആ കൂടെ വരുന്ന ആളുകളായിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അവരെ മാനസികമായിട്ട് നിങ്ങൾ തളർത്തരുത്. നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി മനസ്സ് മൊത്തത്തിൽ ഉറപ്പിച്ച് വെച്ചേക്കുക. UDFന് വോട്ട് ചെയ്യാൻ മനസ്സിൽ കരുതി വെച്ചിരിക്കുകയാണ്. ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ ആ വോട്ട് മാറ്റി കുത്താൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ചിരിച്ചാൽ മതി. വീട്ടിലേക്ക് വോട്ട് ചോദിച്ചിടുമ്പോൾ എന്തുണ്ട് സഖാവേ എന്ന് പറഞ്ഞൊന്ന് ചിരിച്ചാൽ മതി. ആ വോട്ട് നിങ്ങൾക്ക് തന്നെയാണ്. അത് പറഞ്ഞതുപോലെ തന്നെ. അല്ലാതെ 102 സീറ്റ് വാങ്ങി UDF അധികാരത്തിൽ വരാൻ ഒരു ലക്ഷ്യമില്ല. കാരണം 99 സീറ്റ് വാങ്ങിയാണ് ഈ 5 കൊല്ലം മുമ്പിട്ട് LDF അധികാരത്തിൽ വരുന്നത്. 99 സീറ്റാണ്. ആ 99-ൽ നിന്ന് 35-ലേക്ക് CPM മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ LDF മുന്നണി മാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ആരുടെ വോട്ട് വാങ്ങിയാണ് UDF 102 സീറ്റിലേക്ക് അധികാരത്തിൽ വന്നതെന്ന്. അവിടെ ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ കുഞ്ഞികൃഷ്ണൻ്റെ നിലപാടുകളിൽ ആ നിലപാടുകൾ കേട്ട ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയത്തോട് ഇത് ഒരു പറ്റം നിലപാടുള്ള ആളുകളുടെ രാഷ്ട്രീയമായിരുന്നു ഈ കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലെ ജനതയുടെ നിലപാടായിരുന്നു. ഈ 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ എന്തായിരുന്നു എടുത്ത നിലപാട്? ആ നിലപാടുകൾ തെറ്റായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. ഈ പാർട്ടി നശിക്കരുത്, ഈ പാർട്ടി ആരുടെയും മുന്നിൽ ഒറ്റാനിച്ച് നിൽക്കരുത്. അതിന് ഈ മുഖ്യമന്ത്രി ആയാലും പാർട്ടിയിലെ എത്ര വലിയ ഉന്നതനായാലും ഈ പാർട്ടി ആരുടെയും അടിമയല്ല. ഞങ്ങളാരും അടിമകളല്ല. നിങ്ങൾ പറയുമ്പോൾ സമരം ചെയ്യാനും കൊടി പിടിക്കാനും വരുന്നു എന്ന് കരുതി നിങ്ങളുടെ എല്ലാ നിലപാടിനോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ അടിമകളല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ
പല സഖാക്കളും വോട്ട് മാറ്റി കുത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വയനാട് ചൂരൽമലയിലേക്ക് കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകുന്നു എന്ന് പറഞ്ഞ് ധനം ശേഖരിച്ചു, അതായത് പണപ്പിരിവ് നടത്തിയിരുന്നു. ഇത്രയേറെ തുകയാണ് ശേഖരിച്ചതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ ഒരു തുക എത്രത്തോളമാണെന്ന് ജനങ്ങളിലേക്ക് മുന്നിൽ തുറന്ന കണക്ക് പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ CPM അല്ലെങ്കിൽ LDF എല്ലാം ഈ ഒരു കോൺഗ്രസിനോട് ചോദിച്ചുകൊണ്ടിരുന്നത് വീട് എവിടെ കോൺഗ്രസ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്ഥലം എവിടെ എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ഈ ഒരു കോൺഗ്രസിനെ ഈ ആക്രോശിച്ചുകൊണ്ടുള്ള ആക്ഷേപമായിരുന്നു. പക്ഷേ ഇവിടെ CPM-നോട് ചോദിക്കുകയാണ്, അതായത് നിങ്ങൾ ധനരാജ് രക്തസാക്ഷിത ഫണ്ടിലേക്ക് നിങ്ങൾ പിരിച്ച തുക എവിടെ, എത്ര കോടികളാണ്, ആ കോടികൾ എത്ര ചിലവഴിച്ചു, അത് ആരുടെയൊക്കെ കയ്യിലേക്ക് പോയി എന്ന് അവരോട് ചോദിച്ചാൽ വെറുതെ കൈമലർത്തി കാണിക്കുക എന്നുള്ള ഒരു അവസ്ഥ മാത്രമേ ഇപ്പോൾ CPM-നുള്ളൂ. ലാശിക മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് ഇവർ UDF-നെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. എവിടെയാണ് കോൺഗ്രസ് വീട് എന്ന് ചോദിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് CPM പിരിച്ചിട്ടുള്ള ഓരോ കണക്കുകളും നിരത്തി കാണിച്ചു. മിണ്ടാൻ ഒരു വാക്കുരിയാടാൻ കഴിയാതെ പല ആളുകളും ചാനൽ ചർച്ചയിൽ വന്ന് മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതേപോലെ തന്നെയാണ് പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. ഒരക്ഷരം മിണ്ടാതെ വായടച്ചിരിക്കേണ്ട അവസ്ഥ വന്നില്ലേ CPM-നെ സംബന്ധിച്ച്. അതേസമയം ഈ പൊതുജനങ്ങളുടെ മുന്നിൽ നിന്നാണ് ഞങ്ങൾ ഈ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം പൊതുജനങ്ങൾ മുൻപാകെ ഞങ്ങൾ എത്ര വിരിച്ചു, എത്ര ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞാൽ കണക്ക് കാണിച്ചാൽ തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് ഇപ്പോഴും CPM പേടിക്കുന്നു? എന്തുകൊണ്ട് ഇപ്പോഴും ഇവർ ഭയപ്പെടുന്നു കണക്ക് കാണിക്കാൻ? തെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പണം കൊണ്ടുപോയത് പല സഖാക്കന്മാരുമാണ്. ചിലപ്പോൾ AKG സെൻറ്ററിലും അതിൻ്റെ ഒരു പങ്കെത്തി കാണും. ആ പങ്ക് നാളെ ജനങ്ങൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വായടച്ച് മിണ്ടാതിരിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് ആ വിഷയം തള്ളിക്കളയുന്നത്. ഇനി പയ്യന്നൂരിലേക്ക് വരികയാണെങ്കിൽ ഒരു സംഘത്തെ രൂപീകരിക്കുന്നുണ്ടല്ലോ. ആദ്യം ആ സംഘം കൃത്യമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കുക. അതിനുശേഷം താഴെ തട്ടുള്ള അണികളും താഴെ തട്ടുള്ള പ്രവർത്തകരും വോട്ട് ചെയ്തോ ഇല്ലയോ, ഇനി ഏതെങ്കിലും നേതാക്കന്മാർ വോട്ട് മറിച്ചു കുത്തിയോ തിരിച്ചു കുത്തിയോ. നിങ്ങൾ കുഞ്ഞികൃഷ്ണനോട് എന്താണ് ചെയ്തത്? അയാളൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് രാഷ്ട്രീയപരമായിട്ട് നമുക്കറിയാം, ആശയപരമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാം. അത് തെളിയിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടിയുടെ മാന്യതയാണ്. ഞങ്ങൾ ജനാധിപത്യത്തിൽ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് കാണിക്കാൻ, നിങ്ങളുടെ മുന്നിൽ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. ഞങ്ങൾ അത്രയ്ക്ക് ട്രാൻസ്പെറൻസി ഉള്ള ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ എല്ലാ കണക്കുകളും നിങ്ങളുടെ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് എന്ന് പറഞ്ഞ കണക്ക് കാണിച്ചാൽ തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുഞ്ഞികൃഷ്ണനോട് നിങ്ങൾ ചെയ്തത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് ഇറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള മതിൽ പൊളിച്ചു കളയുക, അതേപോലെ തന്നെ വീടിൻ്റെ മുന്നിൽ പടക്കം പൊട്ടിക്കുക. ഈ പടക്കം ഇനി പടക്കമല്ല പൊട്ടാൻ പോകുന്നത്, ബോംബാണ് പൊട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. അത് മാത്രമല്ല അദ്ദേഹത്തിനൊരു പേരും ചാർത്തി കൊടുത്തു, വർഗവഞ്ചകൻ, ചതിയൻ എന്ന രീതിയിലുള്ള മുദ്ര അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തു. അത് എന്ത് വേണമെങ്കിലും CPM-ന് ആവാമല്ലോ. CPM-നെ സംബന്ധിച്ച് CPM-ന് സ്വന്തമായിട്ട് ഡിക്ഷണറിയുള്ള ഒരു പാർട്ടിയാണ്. എല്ലാം ഉള്ളതുപോലെ CPM-ന് ഡിക്ഷണറിയുമുണ്ട്. പോകുന്ന ഓരോ ആളുകൾക്കും ഇട്ട് കൊടുക്കാൻ കഴിയുന്ന പേരുകൾ അതാത് സമയത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ടീമുണ്ട് ഇവർക്ക്. അപ്പോൾ അങ്ങനെ പോകുന്ന ഉൾപ്പെടുന്ന ഒരു സംഘം, അതെ, അവർ വലിയൊരു ടീമാണ്. അവരെ നമുക്ക് അങ്ങനെ ചെറുതാക്കി കാണാനൊന്നും കഴിയില്ല. പോകുന്ന ഓരോ ആളുകൾക്കും കൃത്യമായിട്ട് കൊടുക്കാൻ ഒരു പേരും കൃത്യമായിട്ടൊരു ക്യാപ്സ്യൂളും അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു ടീമും ഒരുക്കി വെച്ചിട്ടാണ് CPM എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നിലനിന്ന് പോകാൻ കഴിയുന്നത്. ഇപ്പോൾ ഇനി എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് ഒളിക്കാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് CPM-ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ആരോപണം വന്നു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടി നിൽക്കുന്നവരും പറയാം ഇറങ്ങിപ്പോടാതെ. അതെ, UDF-നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അലോഷ്യസ് സേവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആർക്കെതിരെയാണ്? ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയാണ്. സംസ്ഥാന സർക്കാർ ആരാണ്? UDF-ൻ്റെ ആണ്. UDF-കാരോട് തന്നെ പറയുകയാണ്, നിങ്ങൾ കാണിക്കുന്നത് മോശമാണ്, ചെറ്റത്തരമാണ്. ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ രീതിയിലുള്ള സംസാരമാണ് അലോഷി പറഞ്ഞിട്ടുള്ളത്. അത് സത്യമല്ലേ? 10 വർഷക്കാലം പണിയെടുത്തത് ആരാണ്? അടികൊണ്ട് കഷ്ടപ്പെട്ട് പാർട്ടിക്ക് ഈ സംവിധാനം, അന്ന് സമരം ചെയ്യാനും ഞാൻ UDF-കാരനാണ് എന്ന് പറയാനും മടിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് നാണക്കേടായിരുന്നു UDF ആണ് എന്ന് പറയാൻ. ഇന്ന് അവരൊക്കെ പഴയകാല KSU-കാരാണ്. അപ്പോൾ നിയമിക്കുമ്പോൾ RSS-കാരെ നിയമിക്കുന്നു, CPM-കാരെ നിയമിക്കുന്നു, പഴയ SFI ഗുണ്ടകളെ നിയമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും KSU-കാരൻ്റെ വിഷമം വരത്തില്ലേ? അവന് ചോദിക്കാനുള്ള അവകാശമില്ലേ? അലോഷ്യസ് സേവറിന് ചോദിക്കാനുള്ള അവകാശമുണ്ട്.
അയാളത് ചോദിച്ചു. അയാൾ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അയാളെ വെട്ടി ഒതുക്കിയതുപോലെ. അല്ലെങ്കിൽ അയാൾ അടികൊണ്ട് ചോര പോയിട്ടുള്ള ഒരാളാണ്. സമരങ്ങൾ ചെയ്ത് അടികൊണ്ട് ചോര വാർന്നൊലിച്ച്. ഇപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാനും ആ കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനവുമായിട്ട് പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് എൻ്റെ മുന്നിൽ വെച്ചാണ് അലോഷിയുടെ തല പൊട്ടി ചോര ഒലിക്കുന്നത്. അപ്പോൾ അങ്ങനെ സമരങ്ങൾ ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അത് ആരോടാണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടാണെങ്കിലും, ഇനി നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയുന്ന VD സതീശനോടാണെങ്കിലും ചോദിക്കാനുള്ള നിലപാട് കാണിക്കുന്നുണ്ട്. അത് അവരുടെ അവകാശമാണ്. അല്ലെങ്കിൽ അതാണ് ജനാധിപത്യം. അല്ലാതെ ഒരാൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ അയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ അയാളുടെ മുന്നിൽ ഇനി എല്ലാവരും ഒച്ചാനിച്ച് നിൽക്കണം. അതല്ലല്ലോ. ചോദിക്കേണ്ടത് ചോദിച്ചു പോകണം. അതാണ് രാഷ്ട്രീയം.